ശ്രീ ജേക്കബ് ജോർജ്, എ ഗ്രൂപ്പ് പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയതോടുകൂടി ഗ്രൂപ്പ് തർക്കങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയല്ലേ കോൺഗ്രസിൽ? അല്ല, ശരിയാണ് മഞ്ജുഷേ. ഇപ്പം നേരത്തെ കുഴൽനാടൻ പറഞ്ഞതുപോലെ അത് നോക്കുമ്പോൾ സമ്മതിക്കുന്നു. 14 DCC പ്രസിഡന്റുമാർ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. ഈ 14 DCC പ്രസിഡന്റുമാർക്കും എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. അവർ മിടുക്കരാണ്, യാതൊരു സംശയമില്ല. എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോരുത്തർ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ നല്ലതാണ്, യോജിച്ച തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇവർ മാത്രമാണോ? ഇവർക്കപ്പുറത്തേക്ക് വേറെ മിടുക്കരില്ലേ? ഇവരെ ഈ 14 പേരെ എടുത്തപ്പോൾ ഒരു വിഭാഗത്തിൽ നിന്നുള്ളവർ മാത്രം ഒഴിവാക്കപ്പെട്ടതെങ്ങനെ? ഇതിൻ്റെ കോൺഗ്രസിൻ്റെ അകത്ത് നടക്കുന്ന രാഷ്ട്രീയമാണ് ഇതിന് കാരണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളെക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന ആളല്ല എന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം VM സുധീരൻ കൊടുത്തല്ലോ കുറച്ച് ലിസ്റ്റ്, ഇത്രയും പേർക്ക് സ്ഥാനം കൊടുക്കരുതെന്ന് ഉമ്മൻചാണ്ടി വെല്ലുവിളിച്ചില്ല ഹൈക്കമാൻഡിനെ. ഉമ്മൻചാണ്ടിക്ക് അതിന് ശേഷിയുണ്ട്. അദ്ദേഹം അവരുടെ ചർച്ചയ്ക്ക് നിൽക്കാതെ രാത്രി വിമാനം കയറി തിരുവനന്തപുരത്ത് എത്തിയില്ലേ? അങ്ങനത്തെ ആളാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഉമ്മൻചാണ്ടി കാണുന്നത് ഹൈക്കമാൻഡ് AK ആൻ്റണി, സുധീരൻ ഒരു അച്ചുതണ്ടുണ്ടായിരിക്കുന്നു. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഒരു കാലഘട്ടമായിട്ടുണ്ട്. അതിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ നീക്കം, നിലപാട്. അത് തനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന് വ്യക്തമായിട്ട് ഉമ്മൻചാണ്ടിക്കറിയാം. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി പകപോക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ എന്തുമാത്രം പോകും എന്ന് ഞാൻ പറയുന്നില്ല. മാത്യു കുഴൽനാടൻ, അവസാനമായി ഉമ്മൻചാണ്ടിയുടെ അടുത്ത നീക്കം എന്താണ് എന്ന് കൗതുകത്തോടു കൂടി തന്നെ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തിയ ശ്രീ ജേക്കബ് ജോർജും ഒക്കെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള നീക്കം നടക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരമൊരു മറുനീക്കം നടത്തുന്നത്. താങ്കൾ പറയുകയുണ്ടായല്ലോ ഇപ്പോൾ ജില്ലാ DCC തലങ്ങളിൽ പ്രസിഡന്റുമാരായി വന്നവരുടെ യോഗ്യതയെ പറ്റി. പക്ഷേ അത് ഒരു വിഭാഗത്തിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്തത്. അതാണ് ഉമ്മൻചാണ്ടി മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ല, ഞാനിപ്പോൾ വേറെ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ നീക്കം എന്തായിരിക്കും എന്ന നിലയ്ക്ക് വിലയിരുത്താനുള്ള രാഷ്ട്രീയ വലിപ്പമോ പക്വതയോ ഒന്നും എനിക്കില്ല. ഞാനതിന് മുതിരുന്നില്ല. പക്ഷേ മഞ്ജുഷ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിൽ ഒരു കാലഘട്ടം മാറി അടുത്ത ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പാർട്ടി പുതിയ ഒരു ശൈലി അല്ലെങ്കിൽ പുതിയ രീതി, പുതിയ സമ്പ്രദായം കോൺഗ്രസിലേക്ക് കടന്നു വരികയാണ്. പഴയ കാലത്തെ പോലെ ഏതെങ്കിലും ഗ്രൂപ്പിന് പെർമനൻ്റായ അക്കൗണ്ടും പെർമനൻ്റായ നമ്പേഴ്സും ഇതിൻ്റെ തൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിച്ചാൽ അത് നടക്കും എന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി നേതൃത്വം ഏറ്റെടുക്കുന്നതോടുകൂടി മാറ്റങ്ങൾ ഉണ്ടാകും. ഈ യാഥാർത്ഥ്യം കേരളത്തിലെ നേതാക്കന്മാർ ഉൾക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അല്ലാത്ത പക്ഷം കോൺഗ്രസും ഇറലവൻ്റ് ആകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാർമേയങ്ങളൊക്കെ മാറി സമയമില്ല. അതുകൊണ്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ, എന്തായാലും താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങൾ മുതിർന്ന നേതാക്കൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പിച്ച് പറയുവാൻ കഴിയുകയില്ല. നന്ദി ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ ജോണി നെല്ലൂർ, ശ്രീ ജോസഫ് വാഴ.